CPM-ഉം അവരുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമെല്ലാം ആളെക്കൂട്ടാൻ വേണ്ടി ആദ്യം തന്നെ ലഹരി നൽകിക്കൊണ്ടാണ് പലയിടത്തും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. മലബാർ മേഖലയിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, തെരഞ്ഞെടുപ്പ് ദിവസമെല്ലാം മദ്യവും മയക്കുമരുന്നുമെല്ലാം നൽകിയാണ് പല ബൂത്തിനു ചുറ്റും ആളുകളെ നിരത്തുന്നതും പോളിംഗ് പ്രവർത്തനം നടത്തുന്നതുമല്ല. അതിപ്പോൾ വിദ്യാലയങ്ങളിലും അവർ വ്യാപകമാക്കി എന്നുള്ളതാണ് സത്യം. SFI നിലനിൽക്കണമെങ്കിൽ ലഹരി വേണം. ആദ്യം അത് മദ്യമായിരുന്നു. ഇപ്പോൾ അത് കഞ്ചാവും MDMA-യും മറ്റ് സിന്തറ്റിക് ലഹരിയിലേക്കും എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ചെറിയൊരു സൂചനയാണ് ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും കിട്ടിയത്. SFI നേതാവ് തന്നെയാണ് കഞ്ചാവ് കൈവശം വെച്ച് വിതരണം ചെയ്യുന്നത്. അത് വ്യവസായ മന്ത്രി P. രാജീവിൻ്റെ മണ്ഡലത്തിലായതുകൊണ്ട് രാജീവിനതൊരു സ്റ്റാർട്ടപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായവും ഉയരുന്നുണ്ട്. അത്തരം നല്ലൊരു ബിസിനസ്സായിട്ടാണ് SFI-യും അത് കൊണ്ടു നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ ചില കണ്ടെത്തലുകൾ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അതായത് കേരളത്തിലെ ക്യാമ്പസിൽ നടത്താൻ പറ്റിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് SFI വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിൽ ആരംഭിച്ചത് എന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു അബിൻ വർക്കിയുടെ തുടക്കം. അബിൻ വർക്കിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കളമശ്ശേരി വ്യവസായ മന്ത്രിയുടെ മണ്ഡലം, കേരളത്തിലെ ക്യാമ്പസിൽ നടത്താൻ പറ്റിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്താൻ SFI തീരുമാനിക്കുന്നു. നടത്തിപ്പ് യൂണിയൻ ജനറൽ സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നു. പഠനത്തോടൊപ്പം ജോലി എന്നത് ആയതുകൊണ്ട് കോളേജ് ഹോസ്റ്റലിലായിരുന്നു കമ്പനിയുടെ പ്രവർത്തനം. ഹോൾസെയിലായി സാധനം വലിയ അളവിൽ കുറഞ്ഞ ചെലവിൽ മേടിക്കുകയും അത് റീറ്റെയിലായി ചെറിയ പാക്കറ്റിലാക്കി വലിയ വിലക്ക് വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു ആ ബിസിനസ് മോഡൽ. കൃത്യം തൂക്കം കണക്കാക്കി വിതരണം ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് മെഷീനും അത് ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കാൻ ചുരുട്ടാൻ വേണ്ടിയുള്ള പേപ്പറും ഉപയോഗിച്ചു കഴിഞ്ഞുള്ള ആനന്ദലഹരിയിൽ വേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ള കോണ്ടവും ഒക്കെ ഒരു വാല്യൂ ആഡഡ് ഐറ്റംസ് ആയി വിൽപ്പന മികച്ചൊരു സ്റ്റാർട്ടപ്പ് സംരംഭം എന്ന നിലയിൽ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ബിസിനസ് തഴച്ചു വളരുന്നതിനിടയിലാണ് കൂട്ടത്തിൽ ഒരാൾ, ഒരു പോലീസ് ചാരൻ റീറ്റെയിലായി വന്നത്. അപ്പോഴാണ് മനസ്സിലായത് മികച്ച വ്യവസായം എന്ന നിലയിൽ നടത്തിയിരുന്നത് ഒരു മയക്കുമരുന്ന് കച്ചവടമായിരുന്നു എന്നുള്ളത്. ഉടമസ്ഥർ SFI നേതാക്കന്മാരായിരുന്നു. കേരളത്തിലെ പ്രധാന കച്ചവട കേന്ദ്രം എന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലും എറണാകുളത്തെ മഹാരാജാസ് ഹോസ്റ്റലുമാണ്. ഇത് രണ്ടും റെയ്ഡ് ചെയ്യാൻ പോലീസ് തയ്യാറാകണം. ഇന്ന് ഈ വാർത്ത വന്നതിന് ശേഷം വലിയ ബാഗുകളുമായി ഈ രണ്ട് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയവരെ ചോദ്യം ചെയ്യണം. കേരളത്തിലെ ലഹരി മാഫിയയുടെ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് വളരെ സ്വാതന്ത്ര്യപൂർവം ജനാധിപത്യ സർക്കാരിൻ്റെ പിന്തുണയോടെ സോഷ്യലിസ്റ്റ് രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് ഗ്യാങ്ങിന്റെ പേര് ദി ഫെഡറേഷൻ എന്നാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് കാർട്ടലിന്റെ പേര് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. പോരെ, ഇതിനപ്പുറം ഈ SFI-ക്കും CPM-നും എന്താണ് കിട്ടേണ്ടത്? അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ തലയുയർത്തി നടക്കുവാൻ കഴിയുമോ ഇവർക്ക്? ഇതുമാത്രം ആലോചിച്ചാൽ മതി.